കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. 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 ഹലോ മക്കളെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കണ്ണടച്ചിരിക്കുന്നു അനീഷ് ആണെങ്കിൽ 10-12 വട്ടോളം പറയുന്നുണ്ട് റിപ്പീറ്റഡ്ലി. അപ്പൊ നമുക്ക് ഈ ഒരു ലൂപ്പ് ഉപയോഗിച്ച് ഈ കണ്ണടച്ചിരിക്കുന്നു നമുക്ക് ചെയ്തു നോക്കാം. കാരണം നമുക്ക് ഈ പ്രിന്റ് കണ്ണടച്ചിരിക്കുന്നു ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് നമുക്ക് 10 വട്ടം പ്രിന്റ് കൊടുക്കേണ്ട കാര്യമില്ല. ലൂപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? ഞാൻ ഇപ്പൊ ഇവിടെ ഫോർ ലൂപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ ഇൻഡ് i = 1, i <= 10. ഐയുടെ വാല്യൂ 1-ൽ സ്റ്റാർട്ട് ചെയ്തു, ഐയുടെ വാല്യൂ എവിടെ അവസാനിച്ചു? 10-ൽ അവസാനിച്ചു. കാരണം ഇവിടെ 1 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ അവിടെ 10 വട്ടം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാം, ഐയുടെ വാല്യൂ ഇപ്പോൾ ഇനിഷ്യലി 1 ആണ്. 1 10-നേക്കാളും ചെറുതാണ്. 1 10-നേക്കാളും ചെറുതല്ലയോ? ഇപ്പൊ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എന്താണ്? സിയോട്ട് കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്നും പറഞ്ഞ് പ്രിന്റ് ചെയ്തു. ദെൻ വീണ്ടും ഐയുടെ വാല്യൂ എങ്ങോട്ട് വരും? പ്ലസ് ഐയിലോട്ട് വരും. പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 2 ആവും. 2 10-നേക്കാളും ചെറുതാണ് എങ്കിൽ എന്താണ്? വീണ്ടും കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനെ എവിടം വരെ എക്സിക്യൂട്ട് ചെയ്യും? ഐയുടെ വാല്യൂ 10 വരാമ്പോൾ 10 വട്ടം താണ്ട് ഇതേപോലെ എക്സിക്യൂട്ട് ചെയ്യും. ഞാൻ ഇവിടെ കമ്പൈൽ ചെയ്തു. ഓക്കെ, ഞാൻ ഇപ്പൊ റൺ ചെയ്യട്ടോ. 10 വട്ടം നമ്മുടെ ഔട്ട്പുട്ട് എന്ത് വന്നു? കണ്ണടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? യെസ്. അപ്പം ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഈ ഒരു കോട്ട് ചോദിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും സെന്റൻസ് എന്നിട്ട് ചോദിക്കും. ഇതുപോലെ 10 വട്ടം 100 വട്ടം എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറില്ല കേട്ടോ. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.